ഹായ് കൂട്ടുകാരെ, PSC കുട്ടീസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ അധിനിവേശവും ചെറുത്തുനിൽപ്പ് എന്ന പാഠഭാഗത്തെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് എത്തിപ്പെട്ടതിനെക്കുറിച്ച് പഠിച്ചു. ഇനി എങ്ങനെ അതിലെ ബ്രിട്ടീഷുകാർ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത്. അതിനുശേഷം കമ്പനിയുടെ പ്രതിനിധിയായ ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിൽ നിന്ന് അനുമതി നേടിക്കൊണ്ട് ഗുജറാത്തിലെ സൂററ്റിൽ ഒരു ഫാക്ടറി സ്ഥാപിച്ചു. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ വന്ന ആദ്യത്തെ ഫാക്ടറി എന്ന് പറയുന്നത് ഗുജറാത്തിലെ സൂററ്റിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുന്നത് ഗുജറാത്തിലെ സൂററ്റിലാണ്. അതിനുശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിക്കുകയും അതിനുശേഷം ഇന്ത്യയിലെ പല ഭാഗങ്ങളായ പ്രധാനപ്പെട്ട പ്രദേശങ്ങളായ മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് അവിടുത്തെ ഭരണത്തിലെല്ലാം ഇടപെടാൻ തുടങ്ങി. ഇനി ഇതേ പേജിൽ തന്നെ ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ള 3 ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ പോയിൻ്റാണിത്. മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകിയതിനെക്കുറിച്ചാണ്. 1639 മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് ദീർഘകാലത്തേക്ക് നൽകുന്നത്. ഒരു ഉപാധിയോടുകൂടിയാണ് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകിയത്. അന്നത്തെ പ്രാദേശിക രാജാവായ ദമർല വെങ്കിടാദ്രി നായകയാണ് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്കായിട്ട് വിട്ടു നൽകിയത്. ഉപാധി എന്ന് പറയുന്നത് അവിടുത്തെ ആ തുറമുഖത്തിൻ്റെ ചുങ്ക വരുമാനത്തിൻ്റെ പകുതി നൽകണമെന്ന ഉപാധിയാണ് വെച്ചത്. അപ്പം 1639 മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകിയത് ദമർല വെങ്കിടാദ്രി നായക. 1639 മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകിയത് ദമർല വെങ്കിടാദ്രി നായക എന്ന പ്രാദേശിക രാജാവാണ്. തുറമുഖത്തിൻ്റെ ചുങ്ക വരുമാനത്തിൻ്റെ പകുതി നൽകണമെന്ന ഉപാധിയോടുകൂടിയാണ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി.